നമ്പിയച്ചൻ എവിടെ പോയതാ? എനിക്കിവിടെ ഒന്ന് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു. അല്ല, നീ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ലേ? ഇല്ല, വൈകിട്ട് അമ്പലത്തിലൊന്ന് പോണം. ഓ, അത് ചോദിക്കാൻ പറഞ്ഞു. നീയും ദേവൂട്ടിയും കൂടി ശ്രീകലയ്ക്ക് വേണ്ടി എന്തൊക്കെയോ പ്രാർത്ഥനയും വഴിപാടും ക്ഷേത്രത്തിൽ കഴിച്ചു എന്ന് കേട്ടല്ലോ. എന്നിട്ട് എന്തായി? വല്ല പ്രയോജനമുണ്ടോ? അല്ല, ശ്രീകലയ്ക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുമോ? താനൊന്ന് ശോഭിക്കാതിരിക്കും ശ്രീകലേ, എല്ലാം ശരിയാവും. പിന്നെ ഇന്നൊരു നല്ല കാര്യം നടന്നു. വളരെ അവിചാരിതമായി ഞാനൊരു സന്യാസിയെ പരിചയപ്പെട്ടു. ഉടുപ്പിയിലേക്ക് പോകുന്ന വഴിക്കായിരുന്നേ. അദ്ദേഹം മഹാസിദ്ധനാണെന്നാ അവിടെ ഉള്ളവർ പറയുന്നേ. എന്തായാലും തന്റെ കാര്യം ഞാൻ സന്യാസിയോടൊന്ന് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ഇങ്ങോട്ട് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്താ ശരിക്കും സംഭവിച്ചതെന്ന് അദ്ദേഹം നിന്നോട് ചോദിച്ചറിയും. എന്നിട്ട് വേണ്ട പ്രതിവിധിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരശേഷി വീണ്ടെടുത്ത് തരാമെന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നിരിക്കുക. അതൊന്നും വേണ്ടായിരുന്നല്ലോ തമ്പിയാച്ച. മൂകാംബിക ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച എല്ലാം ശരിയാവുന്ന എനിക്ക് തോന്നുന്നത്. അതെ, പ്രാർത്ഥന തന്നെയാണ് ഇതിന്റെ പരിഹാരം. അല്ലാതെ കുറുക്കു വഴിയിലൂടെ സംസാരശേഷി തിരിച്ചു കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിന്റെ പേരില് ആരെയും ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തേണ്ട കാര്യവുമില്ല. ഏതായാലും അദ്ദേഹം ഒന്ന് കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ സന്യാസി പറഞ്ഞ പോലെ സംസാരശേഷി തിരിച്ചു കിട്ടുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? സാക്ഷാൽ ശ്രീ മൂകാംബിക അമ്മയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനപ്പുറം ആര് വിചാരിച്ചാലും ഒരു മഹാത്ഭുതവും ഇക്കാര്യത്തിൽ നടക്കാൻ പോകുന്നില്ല. ശ്രീകലേ, ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കാനും അതിലൂടെ പ്രായശ്ചിത്തം ചെയ്യാനും നീ ശ്രമിക്ക്. അപ്പോ അമ്മ നിന്റെ സംസാരശേഷി തിരിച്ചു തരും. പൂജ കഴിഞ്ഞ് ഇത്രയും നേരമായല്ലോ. ആ അമ്മ ഇതുവരെ വന്നില്ലല്ലോ. എന്താ ഇനിയും താമസിക്കുന്നെ? ഈ കൂട്ടത്തിലും ആ അമ്മയില്ലല്ലോ. ഇനിയും അവര് വരാൻ താമസിച്ചാ ഞാൻ വീട്ടിലെത്താൻ വൈകും. പാവം, എന്നെ കാണാതെ അച്ഛനാകെ ടെൻഷനായിട്ടുണ്ടാവും. ഇനിയും നിങ്ങൾ ഇങ്ങനെ ഇവിടെ മിണ്ടാപാവയും കളിച്ചോണ്ടിരിക്കുവാണോ? അവൻ രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണെന്നാ തോന്നുന്നേ. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. നിങ്ങളുടെ മോള് ദേവൂട്ടി ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവളിതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ട് മുങ്ങിയതാ. അല്ലെങ്കിലും ദേവൂട്ടി വന്നിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളുടെ ജീവിതം ബലി കൊടുത്ത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ എന്നെ കൊണ്ടാവില്ലെന്തോ. ഇനി ദേവൂട്ടി തയ്യാറാണെങ്കിൽ പോലും ഞാനതിന് സമ്മതിക്കില്ല. അപ്പോ എന്റെ മക്കളുടെ ജീവിതം എങ്ങനെയെങ്കിലും തൊലയട്ടെ എന്നല്ലേ? അതല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? എന്താ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീയും നിന്റെ മക്കളും എനിക്ക് ആരുമല്ലേ? ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളായിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടേനെ. ഇനിയിപ്പോ നിങ്ങൾക്ക് അവളെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റൂലേ? വേണ്ട. അവള് നേരിട്ട് വന്ന് ഒരു അവധി അവനോട് പറഞ്ഞ അവൻ കേൾക്കൂലേ? ഹലോ, ആരുമില്ലേ ഇവിടെ? എനിക്കൊരു തണുത്ത വെള്ളം വേണമായിരുന്നു. കേട്ടില്ലേ? അവൻ കള്ളുകൂടി തുടങ്ങാനുള്ള പുറപ്പാടാന്ന് തോന്നുന്നേ. ദേ, അവന്റെ ശിങ്കിടി പണിക്ക് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ. അല്ല, രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് കാര്യം പറയാണോ? ഞാൻ പറഞ്ഞു കേട്ടില്ലേ? എനിക്കൊന്ന് മിനിങ്ങാനേ കുറച്ച് തണുത്ത വെള്ളം വേണം. ഈ വീട്ടിൽ മദ്യപാനമൊന്നും പറ്റില്ല. എന്റെ മുറിയിൽ എന്ത് പറ്റി എന്ത് പറ്റില്ല എന്ന് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നേ. ആന്റി, എനിക്കൊരു കുപ്പി തണുത്ത വെള്ളം ഇങ്ങനത്തെ എന്തെങ്കിലും ടച്ചിങ്സും. എന്താ ആന്റി ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? വെള്ളം എടുത്ത് തരാൻ പറ്റില്ലെന്നാണോ? സാരമില്ല, ഞാൻ പോയി എടുത്തോളാം. പക്ഷെ 2 എണ്ണം ചെന്ന് കഴിയുമ്പോ എന്റെ റൂട്ട് അങ്ങ് മാറും.
പിന്നെ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യവും വരും. കൺട്രോൾ പോയാൽ പിന്നെ എന്നെ സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്താ അച്ഛാ ഇതൊക്കെ? അയാൾ നമ്മുടെ വീട്ടിലിരുന്ന് കുടിക്കാൻ പോവാണോ? അയാളെ ഇന്ന് ഞാൻ വേണ്ട, നീ ആയിട്ട് പ്രശ്നത്തിനൊന്നും പോരുത്. അവൻ എന്ത് വേണമെങ്കിലും ആവട്ടെ, നമ്മുടെ വിധി അല്ലാണ്ടെന്താ. എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെ കാണണം. ദേ, നിങ്ങളൊരു ഉപകാരം ചെയ്യാമോ? എനിക്കും മക്കൾക്കും ഇത്തിരി വേഷമെങ്കിലും വാങ്ങിച്ചതാ. ഇതൊന്നും കണ്ടും കേട്ടും നിൽക്കാൻ പറ്റാത്തോണ്ട് പറയുന്നതാ. വാണിങ്ങോട്ട്. ഡാ, ഒന്ന് നിർത്തടാ. നിർത്തടാ. ആ, എടാ, ഇതൊന്ന് നിർത്താൻ. നശിപ്പിച്ചല്ല അങ്കിളെ. 2 ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാ എനിക്കിതുപോലെ ഇത്തിരി അടിപൊളി മ്യൂസിക് കേൾക്കണം. എന്നിട്ട് അതനുസരിച്ച് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ച് നമ്മൾ എൻജോയ് ചെയ്യണ്ടേ അങ്കിളെ? അങ്കിള് വരുന്നോ? നമുക്കൊന്ന് കൂടാം. ദൈവത്തെ ഓർത്ത് ഞങ്ങളിങ്ങനെ പരീക്ഷിക്കല്ലേ ഗംഗ. ഞാനും എന്റെ ഭാര്യയും മക്കളും മാനം മര്യാദയ്ക്ക് കഴിയുന്ന വീടായത്. അല്ലാതെ ഇത് താനൊരു ബാറാക്കി മാറ്റരുത്. എന്തോന്ന് അങ്കിളെ ഇങ്ങനൊക്കെ പറയുന്നേ? എനിക്ക് 2 ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാ എന്റെ ശീലങ്ങൾ ഇതൊക്കെയാ. അത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് മാറ്റാൻ പറ്റുമോ? ആ ആന്റിയെ, അടുക്കളയില് ടച്ചിങ്സ് എല്ലാം ഇരിപ്പുണ്ടെങ്കിലേ ഇത്തിരി ഇങ്ങടുത്തെ. മോളിങ് വന്നേ. എന്റെ കാലിനെ ഭയങ്കര വേദന. ഇത്തിരി ഒന്ന് മസാജ് ചെയ്തേ. വാ മോളെ. ദേ, വീട്ടിൽ കയറി വന്ന് തോന്നിവാസം പറഞ്ഞുണ്ടല്ലോ. തോന്നിവാസം അല്ലല്ലോ. മസാജ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ. അതും ഇവളെ പോലൊരു സുന്ദരിയാവുമ്പോ അതിന്റെ എഫക്റ്റ് ഒന്ന് വേറെയാ. ഇങ്ങ് വന്നേ മോളെ, ഇങ്ങനെ വന്നേ. അങ്കിളേന്ന് വിളിച്ച നാവുണ്ട്, അത് മാറ്റി വെളുപ്പിക്കല്ലേ. എന്താടോ, തനിക്ക് എന്നോടൊന്ന് മുട്ടണോ തോന്നുന്നുണ്ടോ? എടീ, പറഞ്ഞതനുസരിച്ചില്ലെങ്കിലേ നിന്റെ തന്തയുടെ തലവഴി ഞാൻ ഈ കുപ്പി എടുത്ത് കമിഴ്ത്തും. എന്നിട്ട് അയാളുടെ വായിലേക്ക് ഈ കുപ്പി തുറന്ന് ഞാനങ്ങ് ഒഴിക്കും. മനസ്സിലായടേ? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ അനുസരിക്ക്. ആന്റി എന്തെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഞാൻ പറഞ്ഞു കേട്ടില്ലേ, എനിക്കൊരു ഡബിൾ ബുൾസ വേണം. പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് വാ. ചെല്ല ആന്റി അങ്ങോട്ട്.